അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ, ഇപ്പോൾ കേക്കും മുന്തിരിവാറ്റും കഴിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി വിളിച്ച സ്നേഹവിരുന്നിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല ബിഷപ്പുമാർക്ക്. അവർക്ക് സ്വന്തമായിട്ട് അത് കിട്ടും. ഈ തരത്തിൽ ഒരു മന്ത്രി അഭിപ്രായ പ്രകടനം നടത്തുന്നത് ശരിയായ കാര്യമല്ലല്ലോ. മഞ്ജുഷേ, ഒരിക്കൽ മുൻ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആസാം എന്ന് പറയുന്ന കുന്നിൻ പ്രദേശം സന്ദർശിക്കാൻ അവിടെ ക്രിസ്ത്യൻ പാതിരിമാർ നടത്തുന്ന വിദ്യാലയങ്ങളും ആശുപത്രികളും സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം വളരെ അഭിനന്ദനമർഹിക്കുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ ക്രിസ്ത്യൻ പാതിരിമാർ ചെയ്യുന്നത്, പക്ഷേ അതിന്റെ മറവിൽ മതപരിവർത്തനം നടത്തുന്നതിനുള്ള ശ്രമം നടത്തരുത് എന്ന് വിമർശിച്ചിരുന്നു. ഉടൻ തന്നെ ആ വിരുന്നിൽ പങ്കെടുത്ത ആ ചടങ്ങിൽ പങ്കെടുത്ത മറ്റൊരു പാതിരി മറുപടിയായി പറഞ്ഞത്, ഞങ്ങൾ ഇത്രയും ദൂരം വന്ന് ഇത്രയധികം പണം ചിലവഴിച്ച് ഇവിടെ സാമൂഹ്യ പ്രതിബദ്ധത നടപ്പിലാക്കാൻ വേണ്ടിയിട്ടല്ല, യേശു ക്രിസ്തുവിന്റെ അനുയായികളെ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ പറയുന്ന പാരഗ്രാഫ് എന്ന് പറയുന്ന പുലിനഖങ്ങൾ പുറത്തു വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ BJPയുടെ രാഷ്ട്രീയധാരയ്ക്ക് അടിത്തറയായിട്ടുള്ള ഗുരുജി ഗോൾവാർക്കറുടെ വിചാരധാര എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഭാഗമായി പറഞ്ഞു വരുന്ന പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ് ഞാനിപ്പോ പറഞ്ഞത്. ആ പുസ്തകത്തിലെ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹവും ഇന്ത്യയിലെ ക്രിസ്ത്യൻ സമൂഹവും അവശ്യം വായിച്ചിരിക്കേണ്ട ഒരു അധ്യായമുണ്ട്. അധ്യായം 20, പേജ് നമ്പർ 229 മുതൽ 235 വരെയുള്ള ആ ഭാഗം ആഭ്യന്തര ശത്രുക്കൾ പാർട്ട് 2 ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് ഗുരുജി ഗോൾവാർക്കർ എഴുതി വെച്ചിരിക്കുന്നു. ഇതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ക്രിസ്തുമത പ്രവർത്തനം നടത്തുന്നത് മതപരിവർത്തനത്തിനാണെന്നും അവർ ലോകത്താകമാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് മതപരിവർത്തനത്തിനാണെന്നും അതുകൊണ്ട് ഇന്ത്യയുടെ ദേശീയതയ്ക്ക് അത് ഏറ്റവും വലിയ വെല്ലുവിളികളാണെന്നും പറഞ്ഞു വെച്ചിരിക്കുന്നത് BJPയുടെ രാഷ്ട്രീയധാരയാണ്. ഒന്നാമതായി ക്രിസ്ത്യൻ സമൂഹം മനസ്സിലാക്കേണ്ടത് തങ്ങളെ ആഭ്യന്തര ശത്രുക്കൾ എന്നു കാണുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രധാനമന്ത്രി വിളിച്ചിട്ടുള്ള ചടങ്ങ്. നിങ്ങൾക്കിപ്പോ വളരെ വിശാലമായി പറയാൻ കഴിയും, പ്രധാനമന്ത്രി വിളിച്ച ചടങ്ങ് മുഖ്യമന്ത്രിമാർ വിളിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാം. മണിപ്പൂർ എന്ന് പറയുന്ന കത്തുന്ന പ്രശ്നത്തിൽ ഇന്ത്യ ഒട്ടാകെ ഒരേ വികാരം പ്രകടിപ്പിച്ചു, ലോകത്താകമാനം ഒരേ വികാരം പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു വാക്കും വേണ്ടിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് ഒരു ദിവസം 1 മണിക്കൂർ അദ്ദേഹം ഒന്ന് പോയി കണ്ടിരുന്നു, മണിപ്പൂരിലെ ജനങ്ങളോട് സംസാരിച്ചിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ച് ആ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട് ചോദിക്കാനുള്ള ആർജവം ആ പാതിരിമാർക്ക്, ആ ആദരണീയരായ പുരോഹിതന്മാർക്ക് ഉണ്ടാവേണ്ടതല്ലേ എന്നുള്ള സംശയമായിരുന്നു സഖാവ് സജി ചെറിയാൻ ഉന്നയിച്ചത്. അത് സഖാവ് സജി ചെറിയാൻ ഉന്നയിച്ചപ്പോ അത് ഏതോ അക്ഷന്തവ്യമായ അപരാധമാണെന്ന് തെറ്റിദ്ധരിക്കുന്നിടത്താണ് നമ്മുടെ പ്രശ്നം. അദ്ദേഹത്തിന്റെ ഭാഷാ പ്രയോഗങ്ങളിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഉപയോഗിച്ച വാക്കുകളെ സംബന്ധിച്ച് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. പക്ഷെ ഇതിന്റെ ആശയത്തെ സംബന്ധിച്ച് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ 2 തലത്തിൽ നിന്ന് വേണം നാം ചിന്തിക്കാൻ. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ ആഭ്യന്തര ശത്രുക്കൾ ഭാഗം 2 എന്ന് പറഞ്ഞ്, പക്ഷേ ഈ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുമ്പോൾ അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരും ക്രൈസ്തവരും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ലല്ലോ. അല്ല, ഞാൻ അതിൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചും കൃത്യമായി ഇതു തന്നെയാണ് ഈ വിചാരധാരയിൽ എഴുതി വെച്ചിട്ടുള്ളത്. പക്ഷെ വിചാരധാരയുടെ അവസാനം കേരളത്തിലെ ഒന്നാം EMS മന്ത്രിസഭയെ അധികാരത്തിൽ നിന്ന് പിന്തള്ളുന്നതിനു വേണ്ടി ക്രിസ്തീയ സമൂഹം നടത്തിയിട്ടുള്ളതായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പാതിരിമാർ നടത്തിയിട്ടുള്ള, പുരോഹിതന്മാർ നടത്തിയിട്ടുള്ള പ്രവൃത്തികളെ സംബന്ധിച്ചും വിചാരധാരയിൽ തന്നെ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് തങ്ങളുടേതായ രാജ്യം വരണം, തങ്ങളുടേതായ സംസ്ഥാനം വരണം, അധികാരം പിടിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ്. അല്ല, അപ്പോൾ ആ കാലമല്ല ഈ കാലം, കാലത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എങ്ങനെ ആശയം ഞങ്ങൾ നിങ്ങൾക്ക് അടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ ക്രൈസ്തവ സമൂഹവുമായിട്ട്, പിൽക്കാലത്ത് നിങ്ങൾക്ക് അടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ ക്രൈസ്തവ സമൂഹവുമായിട്ട്. അങ്ങനല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആഭ്യന്തര ശത്രുക്കളായിട്ടല്ലല്ലോ ക്രിസ്ത്യാനികളെ കാണുന്നത്. ഞങ്ങൾ ഒരു കാര്യം ചോദിച്ചോട്ടെ. ശരി, അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഈ വിവരണത്തിൽ നിന്ന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ BJPയുടെ ചിന്താധാരയെ കുറിച്ചൊക്കെ വിശദീകരിച്ചു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന തത്വം തന്നെ മതത്തിനെതിരാണ്, ദൈവനിരാസമാണ് അതിന്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ. ശരിയല്ലേ? മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നും ദൈവം ഇല്ല എന്നും പറയുന്നവരാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം,
ദൈവം ഉണ്ട് എന്ന് പറയുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ആ ദൈവത്തിൽ വിശ്വാസം ഞങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ക്രിസ്ത്യാനികളായ ഞങ്ങളും നിങ്ങളും തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റും. ഫാദർ ചോദിച്ചു വളരെ വലിയ അർത്ഥങ്ങളുള്ള വലിയ അർത്ഥങ്ങളുണ്ട്, കൃത്യമായ അർത്ഥങ്ങളുണ്ട്. ചോദ്യം തന്നെ. അങ്ങനെ നമ്മള് ഒരു അർത്ഥത്തെ മാത്രം പറയാൻ പറ്റില്ല. നമ്മൾ മാനുഷിക ലെവലില് സാമൂഹിക ലെവലില് ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന വേദികളില് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ എവിടെ പോയി? അപ്പോൾ അങ്ങനല്ല. ബിജെപിയുടെ ക്രൈസ്തവ സമൂഹത്തെ അകറ്റി നിർത്തുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ടാണ്, അതിനേക്കാൾ കൂടിയ അളവിലാണ് കമ്മ്യൂണിസ്റ്റുകൾ മതവിശ്വാസികളെ അകറ്റി നിർത്തിയിരുന്നത്. അപ്പോൾ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് ഒത്തുപോകാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോഴും ഒരു കൂട്ടർ മാത്രം അകന്നു നിൽക്കണം, അല്ലെങ്കിൽ അവരെ അകറ്റി നിർത്തണം. അവരുടെ വിഭാഗത്തിൽ നിന്ന് വന്ന ഒരു പ്രധാനമന്ത്രിയോടൊപ്പം പോയി വിരുന്നിൽ പങ്കെടുക്കുക പോലും ചെയ്യരുത്, അത് രോമാഞ്ചമുണ്ടാക്കുന്ന കാര്യമാണ് ചില ബിഷപ്പുമാർക്ക് എന്നുള്ള രീതിയിലുള്ള പരിഹാസം വരുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഇവിടെ ചോദ്യം ചെയ്തത്. ഒന്ന് മാർക്സിൻ തത്വചിന്തയിൽ നിന്ന് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറയുന്നു എന്നുള്ളിടത്താണ് ഞങ്ങൾ മതത്തെ നിരാസിക്കുന്നവരാണെന്നും ഞങ്ങൾ നാസ്തികന്മാരാണെന്നും എന്ന ഒരു ചിന്ത വരുന്നത്. പക്ഷെ ഈ മാർക്സിയൻ ഐഡിയോളജിയുടെ ഏറ്റവും ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യനെ സംഗീതം പോലെ സ്നേഹിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചാണ്. അങ്ങനെ മനുഷ്യനെ സംഗീതം പോലെ സ്നേഹിക്കണം എന്ന് സ്നേഹിച്ചോട്ടെ, അത് എല്ലാവരും തമ്മിൽ സ്നേഹിക്കാമല്ലോ. ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന് തോന്നുകയാണ് ഞങ്ങൾക്ക് ആരെയും അകറ്റി നിർത്തേണ്ട കാര്യമില്ല എന്ന്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? ക്രൈസ്തവ സമൂഹത്തിന് കുഴപ്പമില്ല. ഇതേ ചിന്താധാര ഞാൻ എന്റെ പോയിന്റ് ഒന്ന് ക്ലിയർ. എന്ത് ചിന്താധാരയാണെങ്കിലും അവർക്ക് കുഴപ്പമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിങ്ങൾ എന്തിനാണ് ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോ ക്രിസ്ത്യൻ സമൂഹവും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ അകന്നു കഴിയാനാകാത്ത വിധം ഇടപിടിഞ്ഞ ആത്മബന്ധമുള്ള തരത്തിൽ ആണ് പലപ്പോഴും അവരുടെ ചിന്താധാരകൾ എത്തുന്നത്. ആ അടിസ്ഥാനത്തിലാണ് ഫാദറും ചോദിക്കാനുണ്ട്. ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ചോദിക്കാം. ഇപ്പൊ മാർക്സിസ്റ്റ് ചിന്താഗതിയും യേശുക്രിസ്തുവിന്റെ ചിന്താഗതിയും ഒരേ തരത്തിലാണെന്ന് അങ്ങ് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് യേശുക്രിസ്തു ദൈവമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അത് ഞങ്ങളുടെ യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത വിശ്വാസമാണ്. താങ്കൾ അത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ടോ? വിശ്വസിച്ചില്ലെങ്കിൽ പോലും അത് അംഗീകരിക്കുന്നുണ്ടോ? അങ്ങയുടെ വിശ്വാസത്തെ മഹത്വം ആണെന്നും അത് അങ്ങയുടെ വിശ്വാസം മാത്രമാണെന്നും അതിനെ ആദരവോടുകൂടി സമീപിക്കണം എന്നുമുള്ളത് തന്നെയാണ് എന്റെ ഉറച്ച തീരുമാനം. അത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ദൈവം എന്ന സങ്കല്പം പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ ചേർന്ന് പോകുന്നത്? പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് മാർക്സിയൻ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് ക്രിസ്തുമത സമൂഹവും അതുപോലെ ഇസ്ലാമും മറ്റു സെമറ്റിക് മതങ്ങളും ചിന്തിക്കുന്നത് മറ്റൊരർത്ഥത്തിലാണ്. പക്ഷേ രൂപാന്തരപ്പെടലിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിച്ച് എന്ത് പറയാൻ സാധിക്കുമെന്ന് നമ്മൾ ദൈവത്തെ അല്ല ദൈവത്തിന്റെ കാര്യമല്ല, പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് ചർച്ച എവിടെയും എത്തിയില്ല. ചർച്ച നീണ്ടുപോകും. ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ പേടിപ്പിച്ച് മാറ്റി നിർത്തണമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളെയും RSS BJPക്കാരെയും ഒരേ രീതിയിൽ തന്നെ ക്രൈസ്തവർ കാണണം. അല്ല, ഒരുമിച്ച് നിർത്തുവാനാണെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുവാനും ശ്രമിക്കണം. അത് ക്രൈസ്തവ സമൂഹം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ബിഷപ്പ് പ്രധാനമന്ത്രിയുടെ സ്നേഹവിരുന്നിലും പങ്കെടുക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ സ്നേഹവിരുന്നിലും പങ്കെടുക്കുന്നുണ്ട്, ഇഫ്താർ വിരുന്നിലും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ എന്താണ് കുഴപ്പം? നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? അഡ്വക്കേറ്റ് BN ഹസ്കർ. മഞ്ജുഷേ, മുഖ്യമന്ത്രിയുടെ സ്നേഹവിരുന്നിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ പ്രഭാത യോഗങ്ങളിൽ പാതിരിമാർ പങ്കെടുത്തു, സഭാധ്യക്ഷന്മാർ പങ്കെടുത്തു എന്നുള്ളത് മഹത്തായ കാര്യം തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ ഞാനത് പറയും, കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഏതെങ്കിലും ക്രിസ്തു മതവിശ്വാസിയോടോ ഏതെങ്കിലും ക്രിസ്തുമത വിശ്വാസ സമൂഹത്തോടോ എതിർത്തുകൊണ്ടോ അവരെ ഉന്മൂലനം ചെയ്യുന്നതിനോ പ്രവർത്തിച്ചിട്ടില്ല. എന്നാൽ മണിപ്പൂരിലെ സ്ഥിതി വ്യത്യസ്തമാണ്. മണിപ്പൂരിലെ 2 വിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിനോട് വംശഹത്യ നടത്തുന്നതിനു വേണ്ടി ശ്രമിച്ചു എന്നുള്ളിടത്താണ് ആ ശ്രമത്തിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയാതെ ഇന്ത്യൻ പാർലമെന്റിന്റെ സൗത്ത് ബ്ലോക്കിൽ വിശ്രമിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മൾ വിമർശിക്കുന്നത്. ശരി.